ഗായ്സ്, അപ്പോൾ നമ്മുടെ മക്കളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഇന്ന് 26th നൈറ്റിൽ നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഉറക്കി കിടത്തിയേ ഉള്ളൂ. ഏകദേശം 11:30ക്കാണ് ഉറങ്ങിയിട്ടുള്ളത് രണ്ടുപേരും. ഇനിയിപ്പോൾ ഉടനെ ഉണർത്തുമ്പോൾ എന്തായിരിക്കും എക്സ്പ്രഷൻ ഒന്നും അറിയില്ല. ബാക്കി നമുക്ക് പിന്നെ കാണാം. അങ്ങനെ അവർ പുറത്ത് കളിക്കാൻ പോയ സമയം കൊണ്ട് അവർക്കുള്ള ഗിഫ്റ്റ് നമ്മൾ രണ്ടുപേരും കൂടെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം നൈറ്റിൽ അവർ ഉറക്കിയ ശേഷമാണ് പിന്നീടുള്ള ഡെക്കറേഷൻ പണികളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. 11:30 കൂടിയാണ് ഉറങ്ങിയത് രണ്ടും. പിന്നെ 12 മണിക്ക് വിളിക്കുമ്പോൾ എന്താവോ എന്തോ. ഏതായാലും സെറ്റായിട്ടുണ്ട്. അപ്പോൾ വിളിക്കാൻ പോവാണ്. Happy birthday to you. Happy birthday to you. Happy birthday Tambru. Happy birthday Tejul. Happy birthday Tambru Tejinoli. ടംബുട്ടേ Tejinoli. ഇങ്ങോട്ട് നോക്ക്. വാവ ഇതെന്താ? അച്ഛ ഗിഫ്റ്റ് നോക്കിയാ? ഗിഫ്റ്റ് ഉണ്ട് തന്നെ. വാവേ തുറന്നോക്ക്. ഇതൊക്കെ തുറക്ക്, പൊട്ടിക്ക്. ഇത് പൊട്ടിക്ക് ആദ്യം. അതാ വേണ്ടേ? തേജുവിന് കൊടുക്ക്. തേജുട്ടാ കൊണ്ട് തന്നതാ കഥ പെട്ടിയില്. സൈക്കിൾ എന്താ? ഓളോട് വലിക്കാൻ പറയും, എടുത്തോ വലിച്ചോ. എന്താ തമ്പുരു എല്ലാം ഓക്കെ ആയിരുന്നു. നിങ്ങൾ കണ്ടില്ലേ? അവൾക്കതൊക്കെ കണ്ടപ്പോൾ തന്നെ ആകെ എന്താ പറയുക, ഭയങ്കര സംഭവമായി തോന്നിയിട്ടുണ്ട്. പക്ഷേ തേജുമോള് ഉറക്കച്ചടവ് കൊണ്ടാണോ എന്താണെന്നറിയില്ല, ആള് കുറച്ച് സാഡായിരുന്നു. ആ സാഡ് പിന്നെ അങ്ങോട്ടും കാണാട്ടോ നമുക്ക്. അങ്ങനെ നൈറ്റിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വൈകിട്ട് ജസ്റ്റ് ഒരു കേക്ക് മുറി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ചിറ്റ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ കൊണ്ടുവന്നതാണ് സൈൻ ലബൻ്റെ പുതിയ ഐറ്റം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പകരം വെക്കാനില്ല. പ്രത്യേകിച്ച് ആരെയും വിളിച്ചൊരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ വീട്ടിലുള്ളവരും പിന്നെ നമ്മുടെ അടുത്തുള്ള നെയ്ബേഴ്സ് കുട്ടികളും എൻ്റെ മേമയുടെ മകനും മകളും അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെറിയൊരു ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുറത്തൊന്നും ആരും ഇല്ലെങ്കിലും നമ്മൾ കൂടിയവർക്ക് കുറച്ച് ഫുഡ് കഴിക്കാൻ വേണമല്ലോ എന്ന് കരുതി ഞാനൊരു തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും മക്കളും പെട്ടെന്ന് തന്നെ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഒന്ന് ഒരുങ്ങി. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇവരുടെ പാപ്പന്മാരും ഓപ്പോളും ഒക്കെ വരുന്നുണ്ട്. അവർ മക്കൾക്ക് സർപ്രൈസായിട്ട് വരാൻ നിന്നതാണ്. പക്ഷേ സർപ്രൈസ് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും വരട്ടെ എന്ന് കരുതി കേക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ തേജുമോളെ ഡാൻസ് ടീമാണ് ഇവർ. അപ്പോൾ ഇവർ വക നമുക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിരുന്നു. അവരെത്തിയപ്പോഴേക്കും ഏകദേശം നമ്മൾ റേഞ്ചിൽ നിന്നൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. മക്കളുടെ ഫുഡിൻ്റെ ടൈമൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ തമ്പുരുവിന് വിശപ്പ് ഒരു പ്രശ്നമായതുകൊണ്ട് അവൾ വേഗം കുറച്ച് കിട്ടിയതൊക്കെ എടുത്ത് കഴിച്ചു. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ കേക്ക് മുറിയൊക്കെ സെറ്റാക്കിയിട്ട് കേക്ക് കട്ടിങ്ങിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ എല്ലാം സെറ്റാക്കി വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലെ തേജുമോളുടെ ഒരു സാഡിനെ പറ്റി. ആള് ഫുൾ ഡേ സാഡായിരുന്നു. ഒപ്പം കേക്ക് കട്ട് ചെയ്യാൻ സഹകരിക്കില്ല എന്ന് തന്നെ പറഞ്ഞു നിന്നു. പിന്നെ അവിടെ മാമൻ അവൾ നിൽക്കുന്ന കണ്ടപ്പോൾ വന്നപ്പോൾ ആള് കേക്ക് കട്ട് ചെയ്യാൻ ഒരുങ്ങിയത്. പൊതുവേ മാമനും മോളും ഒരു സെറ്റാണ്. പിന്നെ ഫോട്ടോ എടുക്കാനോ ഒന്നിനും അവർ നിന്നില്ല. പിന്നെ എനിക്കും സമയമില്ലായിരുന്നു. ഞാൻ തന്നെ വേഗം അവരൊക്കെ സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് പോയിട്ട് ഫുഡ് സെറ്റാക്കി വെക്കണമല്ലോ. അപ്പോൾ ആ ഓട്ടത്തിലായിരുന്നു. വന്നവർക്ക് ഫുഡ് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, കാണാൻ കൊള്ളുന്നത് പോലെ തന്നെ രുചിയിലും ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു. സെറ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഹോം മേക്കർ അടുത്ത് നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആട്ടോ കേക്ക്, ഒന്നും പറയാൻ വയ്യ.
റെഡ് വെൽവെറ്റിൽ ബട്ടർ ചീസ് കേക്കായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അന്നേരത്തെ തിരക്കിൽ നമുക്ക് മൊത്തമായിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ വന്നവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് തമ്പുരു കൂളായിട്ട് അവരുടെ കൂടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രസ്സാണിത്. ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, പക്ഷേ കറക്റ്റ് ഫിറ്റായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവരത് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവരൊക്കെ പിരിഞ്ഞ ശേഷം ഞങ്ങളിങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ചു. തേജുമോളും ഒറ്റയ്ക്കിരുന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഹാപ്പി ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ, സീ യു.